നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 28-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തില്ല, പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിൻ്റെ മരണത്തിൽ അട്ടിമറി ആരോപിച്ചും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടും ഇന്ന് ഏപ്രിൽ 28-ാം തീയതി കേരളത്തിൽ സംസ്ഥാന വ്യാപക ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 52 ദളിത്, ആദിവാസി പൗരസംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഹർത്താലിന് സംസ്ഥാന വ്യാപകമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ ബന്ദായിട്ട് മാറുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ നടക്കുക. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. ഹർത്താലിൽ സ്വകാര്യ ബസ് സർവീസുകൾ മുടങ്ങില്ല. പതിവ് പോലെ സർവീസ് ഉണ്ടാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. CPM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, CPI തുടങ്ങി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് KSEB നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതലാകുന്ന സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ലോഡ് താങ്ങാനാകാതെ വരുന്നതോടെ വിതരണ സംവിധാനം തകരാറിലാകുന്നത് കണക്കിലെടുത്താണ് KSEBയുടെ നടപടി. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ഇതിന് മുന്നോടിയായിട്ട് SMS വഴി അറിയിക്കുമെന്ന് KSEB വ്യക്തമാക്കും. പവർ കട്ട് എന്ന രീതിയിലല്ലെന്നും പ്രദേശത്തെ വൈദ്യുതി ഉപഭോഗം കണക്കിലെടുത്തുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും അധികൃതർ അറിയിച്ചു. വൈദ്യുതി സംവിധാനത്തിന് കേടുപാടുകളോ ആഘാതമോ സംഭവിക്കാതിരിക്കാനാണ് KSEBയുടെ ഈ ഒരു മുൻകരുതൽ നടപടി. പീക്ക് സമയ വൈദ്യുതി ഉപയോഗം അത് കുതിച്ചു വരികയും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ള വൈദ്യുതി ലഭ്യതയിലൊക്കെ തന്നെ കുറവ് വരികയും ചെയ്തതാണ് ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാക്കിയത്. ഔദ്യോഗികമായിട്ട് ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നഗരമേഖലകളിലടക്കം രാത്രി മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി മുടങ്ങുന്നു. അരമണിക്കൂർ വരെയാണ് നിയന്ത്രണം. ഇത് ലോഡ് ഷെഡിംഗ് അല്ല, മറിച്ച് ലോഡ് റെസ്ട്രിക്ഷൻ എന്നായിരുന്നു KSEB നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് ബദലായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ യൂണിറ്റിന് 10 രൂപ വരെ നൽകി മെയ് 15 വരെ ടേം എഹെഡ് മാർക്കറ്റിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സേവനങ്ങളിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ആദ്യം അതാത് സ്ഥാപനത്തിലാണ് പരാതി നൽകേണ്ടത്. അവിടെ നിന്നും കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവ പരിഹരിക്കാനായിട്ട് നിലവിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാന് സംവിധാനമുണ്ട്. പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുക മാത്രമല്ല, സേവനത്തിലെ വീഴ്ച മൂലം ഇടപാടുകൾക്കുണ്ടായ നഷ്ടത്തിന് 20 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ഉറപ്പാക്കാനും ഓംബുഡ്സ്മാനിലൂടെ സാധിക്കും. കൂടാതെ മോശം സേവനം മൂലം ഇടപാടുകാരൻ നേരിട്ട മാനസിക വിഷമം, സമയനഷ്ടം, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് പ്രത്യേകമായിട്ട് 1 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം ലഭിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ RBI പുറപ്പെടുവിച്ച പുതിയ കരട് നിർദ്ദേശങ്ങൾ പ്രകാരം ഈ തുകകൾ യഥാക്രമം 30 ലക്ഷം രൂപയായും 3 ലക്ഷം രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മെയ് മാസം 1-ാം തീയതി മുതൽ രാജ്യത്തെ LPG നിയമങ്ങളിലൊക്കെ തന്നെ സർക്കാർ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലം ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ അനിശ്ചിതത്വം പരിഗണിച്ചാണ് എണ്ണ കമ്പനികളുടെ ഈ പുതിയ നീക്കം. പരിഷ്കരിച്ച നിയമപ്രകാരം സിലിണ്ടർ ബുക്കിങ്ങുകൾക്കിടയിലുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും ആക്കിയിട്ടുണ്ട്. വിതരണ സംവിധാനം സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ ഡെലിവറി സമയത്ത് OTP വെരിഫിക്കേഷൻ നിർബന്ധമാണ്. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ സബ്സിഡി തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ആധാർ അധിഷ്ഠിത ഇലക്ട്രോണിക് KYC നടപടികളൊക്കെ തന്നെ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് തുടരുന്ന സാഹചര്യത്തിൽ പൈപ്പ് ലൈൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഉപഭോക്താക്കൾ LPGയിൽ നിന്ന് PNG കണക്ഷനിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. വാട്സാപ്പ്, മിസ്ഡ് കോൾ, IVRS അല്ലെങ്കിൽ ഔദ്യോഗിക ആപ്പുകൾ വഴി ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ
ബുക്കിംഗ് നടപടികളൊക്കെ തന്നെ തുടരാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇതിനോടകം തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മെയ് മാസത്തിലായിരിക്കും ഇനി നമുക്ക് അടുത്ത ക്ഷേമ പെൻഷൻ ആനുകൂല്യം വിതരണം നടക്കുക. എന്നാൽ മസ്റ്ററിംഗ് കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തത് മൂലവും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കാരണവുമൊക്കെ തന്നെ ചില ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറിച്ച് മുൻപ് ഒരിക്കൽ പോലും ഇത് നൽകാത്തവർ അവർ മാത്രമാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ നിബന്ധന ബാധകമല്ലെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ ആനുകൂല്യം, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവർ തീർച്ചയായിട്ടും ജൂൺ മാസം 30-നകം തന്നെ അത് കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും വാർഷിക വരുമാനം അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ പെൻഷൻ നിങ്ങൾക്ക് അർഹത അത് തീർച്ചയായിട്ടും റദ്ദാക്കപ്പെടുന്നതാണ്. ഡിസംബറിൽ അവസാനിക്കേണ്ടിയിരുന്ന കാലാവധിയാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ജൂൺ മാസം 30 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുൻപ് മസ്റ്ററിങ് ചെയ്യാനായിട്ടൊക്കെ തന്നെ വിട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ മാസവും 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ ആയിട്ട് അത് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട്. ഇത്തരത്തിൽ തടസ്സപ്പെട്ട പെൻഷൻ തുക നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കാനുള്ള അവസരവും ലഭ്യമാണ്. എന്നാൽ ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ അല്പം കൂടി എല്ലാവരും കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇപ്പോൾ 2 മാസത്തെ റേഷൻ വിഹിതം ഒരുമിച്ചാണ് സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ വിഹിതത്തോടൊപ്പം തന്നെ മെയ് മാസത്തെ വിഹിതം കൂടി ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവർക്കും വാങ്ങാൻ സാധിക്കും. ആഗോളതലത്തിലെ ഇന്ധന പ്രതിസന്ധിയും യുദ്ധ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഒരു കരുതൽ ശേഖരം ഉറപ്പാക്കാനാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം സർക്കാർ ഇപ്പോൾ ഈ ഒരു പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം ഏപ്രിൽ മെയ് വിഹിതങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ആഴ്ച കൂടി അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിലെ വിഹിതം കൈപ്പറ്റാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 2 മാസത്തെയും വിഹിതം ഒരുമിച്ച് വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഗുണഭോക്താക്കളുടെയൊക്കെ സൗകര്യാർത്ഥം ഏപ്രിൽ മാസത്തേത് ഇപ്പോഴും മെയ് മാസത്തേത് അടുത്ത മാസവും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. എങ്കിലും 2 ഗഡുക്കൾ ഒരുമിച്ച് വാങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ഏപ്രിൽ 27-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കൂടി 14,155 രൂപയും പവന് 280 രൂപ കൂടി 1,13,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.